താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരണം എന്നാണ് ആവശ്യം. അതിൻ്റെ തന്നെയാണ് സാധ്യതയും ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. വിവരങ്ങളുമായി സൈഫുന്നീസയാണ് ചേരുന്നത്. സൈഫുന്നീസ, ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായി വരുന്നത്? അതുപോലെ തന്നെ പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. സ്വാതി, എറണാകുളത്ത് നടക്കുന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും യോഗം പുനരാരംഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരം ചർച്ചകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് സജീവമായി വരികയുള്ളൂ. നേരത്തെ തന്നെ മോഹൻലാൽ അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുഴുവൻ ജനറൽ ബോഡി യോഗത്തിലെ അംഗങ്ങൾക്കും മോഹൻലാൽ പ്രസിഡന്റായി തുടരണം എന്നാണ് താല്പര്യമെങ്കിൽ ഇന്ന് മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആകും. അതിനുശേഷം ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റായ മോഹൻലാലിന് പുതിയ ജനറൽ സെക്രട്ടറി ആരാണ് എന്ന് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട് എന്നാണ് ബൈലോ പ്രകാരം ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകിയ 2 കത്തുകളാണ്. അതിൽ ഒന്ന് നേരത്തെ തന്നെ നൽകിയ കത്താണ്. താരങ്ങളുടെ പ്രതിഫലത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളത്. പ്രതിഫലം കുറയ്ക്കണം എന്നുള്ളതല്ല, പ്രതിഫലം ഗഡുക്കളാക്കണം എന്നുള്ളതാണ്. അതിൽ ഒരു ഗഡു സിനിമ റിലീസായ ശേഷം നൽകാം എന്നുള്ളതാണ്. ആദ്യം തന്നെ താരങ്ങൾക്ക് മുഴുവൻ തുകയും നൽകുകയും പിന്നീട് സിനിമ റിലീസായി വേണ്ട പ്രതിഫലമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിയേറ്റർ കളക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ പ്രൊഡ്യൂസർമാർ വലിയ പ്രതിസന്ധിയിലാകുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഗഡു സിനിമ റിലീസിന് ശേഷം എന്ന രീതിയിലേക്ക് ഉള്ള ചർച്ചകളും ഇന്ന് നടക്കും. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് സംബന്ധിച്ച് കത്ത് നേരത്തെ കൊടുത്തിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ കരാർ ഒപ്പിടുമ്പോൾ അതിലൊരു പുതിയ വ്യവസ്ഥ എഴുതി ചേർക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കില്ല എന്ന് സിനിമയിലെ അഭിനേതാക്കൾ എല്ലാവരും തന്നെ എഴുതി ഒപ്പിട്ട് നൽകണം എന്നുള്ളതാണ് ആ വ്യവസ്ഥ. അത് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതും ഇന്ന് ജനറൽ ബോഡി യോഗത്തിൽ ചർച്ചയാകും. ഇന്ന് രാവിലെ യോഗം തുടങ്ങിയപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയാണ് സംസാരിച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അമ്മയ്ക്കെതിരെ നടന്ന വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇന്നത്തെ രാവിലെ നടന്ന യോഗത്തിൽ ചർച്ചയായി. അതിൽ പ്രധാനമായും ജയൻ ചേർത്തല പറഞ്ഞത് അമ്മയുടെ ഓഫീസിന് മുൻപിൽ റീത്ത് വയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് അന്ന് ലോ കോളേജിന്റെ വിദ്യാർത്ഥികൾ അമ്മയുടെ ഓഫീസിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റീത്ത് വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഒപ്പം തന്നെ അത്തരം സാഹചര്യങ്ങളിലേക്കും പരസ്യമായ പ്രതിഷേധങ്ങളിലേക്കും വന്നപ്പോൾ നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ജയൻ ചേർത്തല പറഞ്ഞത്. ഒപ്പം തന്നെ നടൻ മധു ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. വീഡിയോ കോൺഫറൻസിലൂടെ മധു പറഞ്ഞത് പലരും, അതായത് സംഘടനയ്ക്കുള്ളിൽ അമ്മ സംഘടനയ്ക്കിലെ അംഗങ്ങൾ തന്നെ അമ്മയെ തകർക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് സംഘടനാപരമായി ഇതിന് ഉയരാൻ സാധിക്കുന്നത് ഈ അംഗങ്ങൾക്കിടയിലെ യോജിപ്പും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് എന്നുള്ളതാണ് മധു പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ഇന്ന് ജഗതി 13 വർഷങ്ങൾക്ക് ശേഷം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് ജഗതിക്ക് പ്രത്യേകം ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ പരിപാടിയിൽ. ഒപ്പം തന്നെ മമ്മൂട്ടി ചികിത്സയിലായതിനാൽ ഇന്ന് യോഗത്തിന് പങ്കെടുക്കുന്നുമില്ല. എന്തായാലും വളരെ നിർണായകമായ യോഗമാണ് ഇപ്പോൾ കലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതി, അതുതന്നെയാണ് സൈഫുന്നീസ. വളരെ നിർണായകമായ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരാനാണ് സാധ്യത. ആ വിവരങ്ങളാണ് സൈഫുന്നീസ നൽകിയത്.